ഹലോ എവരി വൺ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അറിയാമല്ലോ. ഗോ ടു, ഗോ ഓൺ, ഗോ ഫോർ, ഗോ ടു ദി. ഇതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അയ്യോ ഞാൻ ഉപയോഗിക്കുന്ന സ്ഥലം കറക്റ്റ് ആണോ, അയ്യോ അത് റോങ് ആണോ എന്ന ചിന്തയിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാതെ പോകും. ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കേണ്ട. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി ഗോ ഓൺ, ഗോ ഫോർ, ഗോ ടു ദ ഇതെല്ലാം നമുക്ക് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഗോയാണേ. ഗോ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഈ ഗോ ഡയറക്റ്റായിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം. അതെവിടേക്കാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാവേ. ഫസ്റ്റ് വൺ, ഗോ ഫിഷിംഗ്. ഗോ ഫിഷിംഗ്. ഗോ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഉപയോഗിക്കാം. അടുത്തത് ഗോ ബ്ലൈൻഡ് അല്ലെങ്കിൽ ഗോ ഡെഫ്. കണ്ണ് കാണാതാവുക അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാതാവുക. ഗോ ബ്ലൈൻഡ്, ഗോ ഡെഫ്. ഇവിടെ രണ്ടിടത്തും നമുക്ക് ഗോ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് മിക്കവർക്കും ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ തെറ്റ് പറ്റാറുള്ളൊരു കാര്യമാണ് ഗോ എബ്രോഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഗോ എബ്രോഡ്. ഗോയുടെ കൂടെ വേറെ ഒരു ക്രിയകളും ചേർക്കേണ്ട കാര്യമില്ല. ഗോ എബ്രോഡ്. നമ്മളിൽ പലരും ഇപ്പോഴും സംസാരിക്കുന്നത് ഗോ ടു എബ്രോഡ് എന്നാണ്. ഗോ ടു എബ്രോഡ് റോങ് ആണ്. ഗോ എബ്രോഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്തത് ഗോ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഗോ ഹോം. ഗോ ഹോം. ഗോ ടു ഹോം അല്ല, ഗോ ഹോം. ഇവിടെ നമുക്ക് ഗോ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഹോമിൻ്റെ കൂടെ ഗോ ഹോം. ഓക്കെ. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ മിക്കപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന രണ്ട് കാര്യങ്ങളാണ് വഴി പറഞ്ഞു കൊടുക്കുക. ഇടത്തോട്ട് വലത്തോട്ട് എന്നൊക്കെ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പം നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഗോ റൈറ്റ് ആൻഡ് ഗോ ലെഫ്റ്റ്. ഗോ റൈറ്റ് ആൻഡ് ഗോ ലെഫ്റ്റ്. അതിൻ്റെ കൂടെ ഗോ ടു റൈറ്റ്, ഗോ ടു ലെഫ്റ്റ് ഇതൊന്നും യൂസ് ചെയ്യണ്ട. ഗോ ടു റൈറ്റ് റോങ് ആണ്, ഗോ ടു ലെഫ്റ്റ് റോങ് ആണ്. ജസ്റ്റ് നമ്മൾ ഗോ മാത്രം ആഡ് ചെയ്യുക. ഗോ റൈറ്റ് ആൻഡ് ഗോ ലെഫ്റ്റ്. ഓക്കെ. അടുത്തത് നമുക്ക് ഗോ ടു എക്സ്പ്ലെയിൻ ചെയ്യാവേ. ഗോ ടു നമ്മൾ എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത്? ഗോയുടെ കൂടെ ടു നമ്മൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് ജയിൽ. ജയിലിൽ പോകുക. അപ്പോൾ ജയിലിൽ പോകുന്നതെന്ന് പറയുന്നതിന് ഗോ ടു ജയിൽ. അവിടെ നമ്മൾ ഗോയുടെ കൂടെ ടു ചേർക്കണം. ഗോ ടു ജയിൽ. ദ സെക്കൻഡ് വൺ ഈസ് സ്കൂൾ. ഗോ ടു സ്കൂൾ. ഗോ കഴിഞ്ഞിട്ട് ടു ചേർക്കണം. സ്കൂൾ വരുമ്പോൾ ഗോ കഴിഞ്ഞിട്ട് ടു ചേർക്കണം. ഗോ ടു സ്കൂൾ. അതുപോലെ തന്നെ വർക്ക്. ജോലിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഗോ കഴിഞ്ഞിട്ട് ടു ചേർക്കണം. ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു വർക്ക്. അടുത്ത ഒരെണ്ണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു പ്ലേസിൻ്റെ പേര് നമ്മൾ പറയുമ്പം അതിന് മുന്നായിട്ട് ടു ചേർക്കണം. അതായത് ഗോ ടു കൊൽക്കത്ത, ഗോ ടു ദുബായ്. അതായത് ഒരു പ്ലേസിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ഗോയുടെ കൂടെ ടു ആഡ് ചെയ്യും. അടുത്ത ഒന്നെന്ന് പറയുന്നത് സ്ലീപ്പിംഗ്. ഉറങ്ങാൻ പോകുക എന്ന് നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഗോ ടു ബെഡ്. ഗോ കഴിഞ്ഞിട്ട് ടു ഉണ്ട് അവിടെ. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നത് ഗോ ടു ബെഡ്. അവിടെ നമ്മൾ ടു ആഡ് ചെയ്യുന്നുണ്ട് ഗോ കഴിഞ്ഞിട്ട്. ഓക്കെ. അടുത്തത് നമുക്ക് ഗോ ഫോർ പഠിക്കാവേ. ഗോ ഫോർ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്രൈവ് അല്ലെങ്കിൽ റൈഡ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോ ഫോർ പറയും. എക്സാമ്പിൾ ഗോ ഫോർ എ ഡ്രൈവ്, ഗോ ഫോർ എ ഡ്രൈവ് അല്ലെങ്കിൽ ഗോ ഫോർ എ റൈഡ്. പിന്നെ നമ്മൾ ഗോ ഫോർ ചേർക്കുന്നത് സ്വിമ്മിങ്. സ്വിമ്മിന് നമ്മൾ ഗോ ഫോർ ചേർക്കും. ഗോ ഫോർ സ്വിം. നീന്താൻ പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ ഫോർ ചേർക്കും. പിന്നെ നമ്മൾ ഗോ ഫോർ ചേർക്കുന്നത് നടക്കാൻ പോകുക എന്ന് പറയത്തില്ലേ? നടക്കാൻ പോകുന്നതിന് നമ്മൾ ഗോ ഫോർ ഉപയോഗിക്കും. ഗോ ഫോർ എ വാക്ക്. ഗോ ഫോർ എ വാക്ക്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഗോ ടു എ. ഗോ ടു എ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സിമ്പിളാണേ. ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഇതിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് ഗോ ടു എ ഉപയോഗിക്കാം. നമ്മളൊരു കോൺഫറൻസിന് പോവുകയാണ്, ഗോ ടു എ കോൺഫറൻസ്. അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്, ഗോ ടു എ മീറ്റിംഗ്. ഈസി അല്ലേ? അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടിക്ക് പോകണം. നമുക്ക് പാർട്ടിക്ക് പോണ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഗോ ടു എ പാർട്ടി. ഗോ ടു എ പാർട്ടി. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഗോ ടു എ റെസ്റ്റോറൻറ്റ് എന്ന് ചേർക്കാം. ഗോ ടു എ റെസ്റ്റോറൻറ്റ്. അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ഗോ ഓൺ ആണേ. ഗോ ഓൺ. ഗോ ഓൺ എവിടെയൊക്കെ നമ്മൾ ചേർക്കേണ്ടേ?
ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് അഡ്വഞ്ചർ. ഗോ ഓൺ ആൻ അഡ്വഞ്ചർ. ഗോ ഓൺ ആൻ അഡ്വഞ്ചർ. അതുപോലെ തന്നെ ട്രിപ്പ്, ഒരു ട്രിപ്പിന് പോകുന്ന കാര്യം പറയാം. ഗോ ഓൺ എ ട്രിപ്പ്. എക്സാമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ മാസം പാരീസിലോട്ടൊരു ട്രിപ്പ് പോയി. അതെങ്ങനെ പറയും നമ്മൾ? ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു പാരീസ് ലാസ്റ്റ് മന്ത്. ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു പാരീസ് ലാസ്റ്റ് മന്ത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ ഗോ ഓൺ എ ട്രിപ്പ് ടു UK നെക്സ്റ്റ് മന്ത്. ഐ വിൽ ഗോ ഓൺ എ ട്രിപ്പ് ടു UK നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ UK ഒരു ട്രിപ്പ് പോകും. ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗോ ടു ദ. ഗോ ടു ദ. ഗോ ടു ദ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തത് ബീച്ച്. ബീച്ചിൽ പോകുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഗോ ടു ദ ബീച്ച് എന്ന് പറയും. അതുപോലെ തന്നെ ബാങ്ക്. ബാങ്കിൽ പോകുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഗോ ടു ദ ബാങ്ക് എന്ന് പറയും. അതായത് ഈ രണ്ട് സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഗോ ടു എന്നതിൻ്റെ കൂടെ ദ എന്നും കൂടെ ചേർക്കും. ഗോ ടു ദ ബീച്ച്, ഗോ ടു ദ ബാങ്ക്. അതുപോലെ തന്നെ പാർക്ക്. ഗോ ടു ദ പാർക്ക് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് സൂ. സൂയുടെ കാര്യം അല്ലെങ്കിൽ സൂവിൽ പോകുന്ന കാര്യം പറയുമ്പോഴും നമ്മൾ പറയുന്നത് ഗോ ടു ദ സൂ. അതുപോലെ തന്നെ ഒരെണ്ണമാണ് ജിം. നമ്മൾ ജിമ്മിൻ്റെ കാര്യം പറയുമ്പോഴും ഗോ ടു ദ ജിം. ഗോ ടു ദ ജിം. പിന്നെന്താ ഒരെണ്ണം? എയർപോർട്ട്. എയർപോർട്ടിലോട്ട് നമ്മൾ എന്താ പറയണ്ടേ? ഗോ ടു ദി എയർപോർട്ട്. ഗോ ടു ദി എയർപോർട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. താങ്ക് യു.